സുപ്രീം കോടതി ഉത്തരവിന് ശേഷം മതിയെന്ന് തീരുമാനം. ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലപാട് ആവർത്തിച്ചു. DGPയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി മതിയെന്ന തീരുമാനമാണ് ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. MV ഗോവിന്ദനും കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷയത്തിൽ അരുൺ, മുഖ്യമന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സംരക്ഷണം തുടരുന്നു എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവുമുള്ള സാഹചര്യം. നടപടി അനിവാര്യമെന്ന് CPI പറയുമ്പോൾ ആ വിഷയം AKG സെന്ററിൽ എത്തി ആവശ്യപ്പെടുമ്പോഴും അത് റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ സാഹചര്യം? നാളെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരാനിരിക്കുന്നു. CPIയുടെയും ഒപ്പം തന്നെ CPMന്റെയും യോഗങ്ങൾ ചേരാനിരിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ? നാളെ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ്. അതുതന്നെയാണ് ഇന്ന് രാത്രി ഒരു കൂടിക്കാഴ്ച CPM നേതാക്കൾ തമ്മിൽ ഉണ്ടായത്. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. ഈ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. CPI ഓരോ ദിവസവും അജിത് കുമാറിനെ മാറ്റാതെ തരമില്ല, മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല, നിലപാട് ഘടിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു നടപടിയും ആര് പറഞ്ഞാലും എടുക്കില്ല നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. ഇന്നലെ കൂടിക്കാഴ്ചയിൽ വിനയ് വിശ്വത്തിന് ക്രമസമാധാന ചുമതലയുണ്ട് MR കുമാറിനെ മാറ്റുന്നത് ആവശ്യപ്പെട്ട് ഉന്നയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വരട്ടെ, അത് ആ മരുന്ന് കുറയ്ക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളത് തന്നെയാണ്. നാളെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിനയ് വിശ്വം പോകുമ്പോൾ സ്വാഭാവികമായും ഈ എന്താണ് തീർച്ചയായും അരുൺ, ഒരു വ്യക്തത കുറവുണ്ട്. സംഭാഷണം വ്യക്തമായി തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അരുൺ പറയുന്നത് എന്താണ് സാഹചര്യം എന്ന് PCR ടീം നോക്കുമോ? അപ്പോഴൊക്കെ തിരിച്ചെത്താം. ADGPയെ മാറ്റുന്നതിലെ കാലതാമസം ഒക്കെ CPI പല തവണയായി ചൂണ്ടിക്കാട്ടിയതാണ്. അതിലുള്ള അതൃപ്തി ഉൾപ്പെടെ അറിയിച്ചതാണ്. നടപടി ഉണ്ടാകുമെന്ന കാര്യം ആവർത്തിച്ച് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായക യോഗങ്ങൾ ചേരാൻ പോവുകയാണ്. മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ നടക്കാൻ പോകുന്ന സാഹചര്യവും ഒക്കെയുണ്ട്. സഭാ നടപടികൾ തുടങ്ങാനിരിക്കുന്നു. അപ്പോഴൊന്നും നടപടിയില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശയക്കുഴപ്പം ഘടകകക്ഷികളിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കൂടിക്കാഴ്ച നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. AKG സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഉണ്ടായിരുന്നു. CPI നിലപാട് ആവർത്തിച്ചു. പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മതി നടപടി എന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നിർണായക യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് നേരിടാം എന്ന നിലപാടിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. CPI ഒരു ദിവസവും നിലപാട് ഘടിപ്പിക്കുന്നു, മാറ്റാതെ തരമില്ല, ഉടൻ മാറ്റിയേ മതിയാകൂ എന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാന സെക്രട്ടറിയും പ്രകാശവും അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. നടപടിയുടെ കാര്യം സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ബിനോയ് വിശ്വത്തിന് തന്റെ മുഖം രക്ഷിക്കണമെങ്കിൽ അവിടെ വരുന്ന വിമർശനങ്ങളുടെ വേഗം, അതിന്റെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നടപടി കൂടിയേ തീരുമായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് കണ്ടും താൻ ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് CPI സംസ്ഥാന നിർവാഹക സമിതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ബിനോയ് വിശ്വത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ രാത്രി ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. CPI നേതൃത്വം ആ കൂടിക്കാഴ്ച തയ്യാറാകുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ നടപടി അധികം വൈകിപ്പോകാൻ സാധ്യതയില്ല. ഇന്ന് രാത്രിയോ നാളെയോ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകാനാണ് സാധ്യത. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന മുൻ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. അത് അധികം വൈകാതെ ഉണ്ടാകും. കാരണം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ആരംഭിച്ചത് ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു. റിപ്പോർട്ട് ഇനിയും വൈകാൻ ഉള്ള സാധ്യത കുറവാണ്.
രേണുക സൂചിപ്പിച്ച പോലെ നാളെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് കാര്യം വിശദീകരിക്കേണ്ടി വരും. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ കെ രാജൻ ഈ വിഷയം ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം തീരുമാനമുണ്ടാകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുമാണ്. ആ മന്ത്രിസഭാ യോഗം നാളെ ചേരാനിരിക്കുന്നത് ചേരേണ്ടതായിരുന്ന പൊതു അവധി ദിവസമായതിന് ഗാന്ധി നാളത്തേക്ക് മന്ത്രിസഭാ യോഗം മാറ്റിയത്. നാളെ മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭാ യോഗത്തിലും കാര്യം വിശദീകരിക്കേണ്ടതും വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. പ്രതിപക്ഷം വലിയ ആയുധമാക്കും. ഒരു കാര്യം കൂടി അരുൺ, ഇതിൽ നടപടിയെടുത്ത് എന്ന് വരുത്തി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമെങ്കിലും നടക്കും എന്നതായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുൻപെങ്കിലും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് കരുതി. ചിലപ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റി അത്തരമൊരു തീരുമാനം, അതാണ് CPM-ൽ കൂടുതൽ പേരും അങ്ങനെ ഒരു തീരുമാനത്തോടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള സാധ്യത പോലും അടയുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെ പൂർണ്ണമായും ആ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്ന് രാത്രിയോ നാളെയോ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുകയും അതിന്റെ പേരിലുള്ള നടപടി ഉണ്ടാവുകയും ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് വേണം പൊതുവിൽ മനസ്സിലാക്കാൻ. പക്ഷേ ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. റിപ്പോർട്ടിലെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസ് മേധാവി എന്താണ് റിപ്പോർട്ടിൽ കണ്ടെത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കൂ. ഒരു ആരോപണം ഉയർന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിക്കില്ല എന്ന നിലപാടാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇത്രയധികം പ്രതിഷേധം ഒരു മുന്നണി ബന്ധം പോലും വഷളാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് മുഖ്യമന്ത്രി നടപടിയുമായി മുന്നോട്ട് പോകാത്തത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അത് അധികം വൈകാതെ മുഖ്യമന്ത്രിക്കും പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് രാത്രിയോ നാളെ രാവിലെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പോ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ലഭിക്കാനും അതിന് തുടർ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയിലും എപ്പോഴും പറയുന്നത് പോലെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്ന മറുപടി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിരോധിച്ചത്തെ അറിയിച്ചതെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടായേക്കും, ചുമതലയിൽ നിന്ന് മാറ്റുന്ന നടപടിയെങ്കിലും ഉണ്ടാകും എന്ന് ഉറപ്പുവരുന്നു. പക്ഷേ അത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എന്നതാണ് VV അരുൺ സൂചിപ്പിക്കുന്നത്. അതിനു മുൻപ് CPIക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. തന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിലും. ബിനോയ് വിശ്വവുമായി നടത്തിയ AKG സെന്ററിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും മുഖ്യമന്ത്രി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറം ഒരു ഉറപ്പ് പോലും CPIക്ക് ലഭിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം DGPയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു പക്ഷേ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. അത് ഇന്നോ നാളെയോ റിപ്പോർട്ട് കിട്ടിയാൽ അതിന് അനുബന്ധിച്ച് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കും എന്ന സൂചനകളുമാണ് VV അരുൺ പങ്കുവച്ചത്. ADGPയെ മാറ്റുന്നതിലെ കാലതാമസം സഹിക്കുന്നതിന് പരിധിയുണ്ടെന്ന മുന്നറിയിപ്പ് CPI നേതാവ് നൽകി. DGP അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ADGPയെ മാറ്റിയേ പറ്റൂ എന്ന് CPI ദേശീയ നിർവാഹക സമിതി അംഗം K പ്രകാശ് ബാബു പറഞ്ഞു. അതിന് അന്വേഷണ റിപ്പോർട്ട് വേണ്ട, ADGPയെ മാറ്റുന്നതിനുള്ള നടപടിക്രമത്തിനുള്ള കാലതാമസമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം വൈകുന്നതിന് പിന്നിലെന്നാണ് CPI കരുതുന്നത്. എന്നാൽ ആ കാലതാമസത്തിനും പരിധിയുണ്ട്. അതും കടന്നാൽ CPI കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് K പ്രകാശ് ബാബു പറഞ്ഞു. ന്യൂസ് 18 Q18-ലോടായിരുന്നു പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് വരുന്നു ഈ വിഷയങ്ങളിൽ എന്താണ് CPI പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിൽ? ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂയാണ്. അതിന് ഒരു DGPയുടെയും റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RSS നേതാക്കളെ സന്ദർശിച്ച ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട, അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട്
മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി വെക്കൂ. ആ കാലതാമസം ഈ DGPയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്ത് ഒരു പരാമർശം ഉണ്ടാകുന്നില്ലെങ്കിൽ, നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. DGPയുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോവാം. ഇന്ന് കണ്ട മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഇന്ന് രംഗത്ത് വന്നു. മനാഫ് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നുവെന്ന് അവർ ആരോപിക്കുന്നു. മനാഫ് അനാവശ്യമായി ഫണ്ട് പിരിക്കുന്നുവെന്നും കുടുംബം പറയുന്നു. പിച്ചെടുക്കേണ്ട ആവശ്യം കുടുംബത്തിന് നിലവിലില്ല. മാൽപ്പയുമായി ചേർന്ന് മനാഫ് നാടകം കളിക്കുകയായിരുന്നു. പലപ്പോഴും മാൽപ്പയുമായി ചേർന്ന് യൂട്യൂബ് വീഡിയോ നിർമ്മിക്കുകയും വ്യൂസ് കൂട്ടുകയുമായിരുന്നു മനാഫിന്റെ ലക്ഷ്യം. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുതെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. തങ്ങളുടെ അപേക്ഷ കേട്ടില്ലെങ്കിൽ ഇനി നിയമ നടപടി മാത്രമാണ് മുന്നിലുള്ളതെന്നും കുടുംബം പറയുന്നു. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറി ഉടമ അല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് പറഞ്ഞു. അപ്പോൾ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആകും. അപ്പോ എല്ലാരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ഇന്നിപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും. കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടി വരും എന്നതാണ് അർജുന്റെ കുടുംബം പറയുന്നത്. നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കേരളം ഇന്ന് മനാഫിനെതിരായ അർജുന്റെ കുടുംബത്തിന്റെ ഈ ആരോപണങ്ങൾ കേട്ടത്. ഇതുവരെ ഇങ്ങനെ ഒരു മുഖമായിരുന്നില്ല മനാഫിന് ആളുകളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുടുംബം പറയുന്നു നേരത്തെ മുതൽ തന്നെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നത്. അവരുടെ കാര്യം അവർ ഇന്ന് തുറന്നു പറയുമ്പോൾ എന്താണ് മനാഫിന് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു മനാഫ്. പണം വാങ്ങിയെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്ന് മനാഫ് പറയുന്നു. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് മനാഫിന് പറയാനുള്ളത്. രാഷ്ട്രീയമോ അല്ലാതെയോ ഉള്ള ഗൂഢാലോചന ഉണ്ടായെന്നും സംശയിക്കുന്നതായി മനാഫ് പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് വേണ്ടിയാണ്, അതിലെന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോടാണ് മനാഫ് സംസാരിച്ചത്. കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ മനാഫ് ശ്രമിക്കുന്നു എന്നാണ് ആദ്യ ആരോപണം. ഇക്കാര്യങ്ങളിൽ നമുക്ക് മനാഫിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. വളരെ രൂക്ഷമായാണ് താങ്കൾക്കെതിരെ ഇന്ന് കുടുംബം സംസാരിച്ചിരിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ
ഇപ്പം മാധ്യമത്തിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളൂ. ബാക്കി ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം. ഞാനൊന്നും കണ്ടിട്ടില്ല, എന്തുകൊണ്ട് ഒരു അങ്ങനെ പറഞ്ഞെന്നുള്ളതും അറിയില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും? താങ്കളുടെ യൂട്യൂബ് ചാനലിന്റെ റീച്ചിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം താങ്കൾ ആ ചാനലിൽ കൂടെ പുറത്തുവിടുകയാണ്. ആ ചാനലിന്റെ റീച്ചായിരുന്നു താങ്കളുടെ ലക്ഷ്യം. എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ. ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മലയാളി തന്നെ. എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല. ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരോടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനൽ ഞാൻ ഓർക്കെങ്കിലും ഓരോ കാര്യങ്ങൾ അറിയി കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു. ഒരാൾ സാധാരണക്കാരന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി. യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണം, ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഓരോന്നെ സഹായിച്ചിരിക്കണം. ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിക്കണ്. റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേലായിക്കോട്ടെ, കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ അവരൊക്കെ ഓർക്കാതെക്കാനോ ഒന്നും കഴിയില്ല. എന്തിനും ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെയുള്ളൊരു വിജയം അതായത് ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ചോടുന്ന് കിട്ടി. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ, വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ, എന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല. ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ്റെ മോനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ് വിഷയം എന്ന് തോന്നുന്നു. അർജുൻ്റെ മോനെ ഏറ്റെടുക്കാറെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ ഓരോടന്ന് പോവുകയല്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെന്താക്കുക, നമ്മളൊരു എന്താ പറയുക, അർജുൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗം നമ്മൾ എന്താ പറയുക, അവന് അർജുൻ ഇല്ലാത്തൊരു തോന്നൽ വരാതെ നിൽക്കുക എന്നുള്ള. ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ, ലൈഫിൽ അർജുന് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ, അല്ല അർജുൻ്റെ മോൻക്ക് അവൻ എന്ത് ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കുക. അതേ ആവശ്യമുള്ളൂ. പിന്നെ എൻ്റെ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ വാഹനത്തിന് അർജുൻ എന്നുള്ള പേരിടുന്നതാണ് പ്രശ്നമെങ്കിൽ അർജുൻ എന്നുള്ള പേര് ഇപ്പോൾ ഒരു ട്രേഡ് മാർക്കൊന്നല്ലല്ലോ. ആലോചിക്കേണ്ട വിഷയം എൻ്റെ ഫാദറാണ് എൻ്റെ പ്രൈഡ്. എല്ലാവരുടെ ഫാദറായിരിക്കും ഏറ്റവും വലിയ അഭിമാനം. ഞാൻ സാഗർ കോയ എന്ന ആളെ എൻ്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആ അഭിമാനമാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർ കോയ ടിമ്പർ എന്ന് വന്നത്, എൻ്റെ ലോറിക്ക് സാഗർ കോയ ടിമ്പർ വന്നത്. ഈ സാഗർ കോയ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ അർജുൻ എന്നുള്ള പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ തൊഴിലാളിൻ്റെ വീട്ടിലുള്ളവർക്ക് കയ്യില്ലെങ്കിൽ ഇപ്പം എന്ത് പറയാനാ. ശരി, താൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നുകൊള്ളൂ എന്ന് മനാഫ് പറയുകയാണ്. ആ കുടുംബത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന സംശയവും മനാഫ് പറയുന്നു. അത് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരോ മറ്റോ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന ഒരു സംശയം കൂടിയാണ് മനാഫ് പ്രകടിപ്പിക്കുന്നത്. എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇന്ന് അർജുന്റെ കുടുംബത്തിന് പറയാനുള്ളതും മനാഫിന് പറയാനുള്ളതും കേട്ട വ്യക്തിയാണ് അനീഷ് കുമാർ. നമുക്കറിയാം മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. എല്ലാ ഘട്ടത്തിലും നമ്മൾ കരുതിയിരുന്നത് അർജുന്റെ വീട്ടുകാരും മനാഫും ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് മുന്നേറുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ്. ഇന്ന് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മൾ മനാഫിനെതിരെ ആ കുടുംബത്തിന് പറയാനുള്ളത് കേട്ടത്. എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത്? നേരത്തെ മുതൽ തന്നെ ഈ അകൽച്ച പ്രകടമായിരുന്നോ? ഇന്ന് ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് ഏത് സാഹചര്യത്തിലാണ്?
തീർച്ചയായും കേരളം മൊത്തം വാഴ്ത്തിയ ഒരു മാതൃകാപരമായ പ്രവർത്തനം നടന്ന ഇടമായിരുന്നു ശിരൂർ. അവിടെ മറ്റ് ഭേദ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരു മനസ്സോടുകൂടി അർജുനെ തിരികെ എത്തിക്കുക, ജീവനോടെ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടുകൂടി അർജുൻ്റെ ശരീരമെങ്കിലും വീണ്ടെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചതാണ്. ആ ലക്ഷ്യം ഏതാണ്ട് സാധ്യമാവുകയും ചെയ്തു. എന്നാൽ ആ മുറിവുകൾ ഉണങ്ങി. അതായത് അർജുൻ്റെ ശവദാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുമുള്ളൂ. ഇതിനിടയിലാണ് കുടുംബം ഇപ്പോൾ മനാഫിനെതിരെ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. കാരണം ഏറ്റവും വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ രണ്ടു പേരായിരുന്നു ലോറി ഉടമയായ മനാഫും ഒപ്പം ഈ രക്ഷാപ്രവർത്തനായ ഈശ്വർ മാൽപ്പയും. പക്ഷേ ഇവർ രണ്ടുപേരും ഒരു നാടകം കളിക്കുന്നു എന്ന ആരോപണമാണ് ഇന്നിപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ ഡ്രഡ്ജിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങളെ വഴിതെറ്റിക്കുന്നതിനോ വൈകിക്കുന്നതിനോ ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായി. വൈകാരികത പരമാവധി മുതലെടുത്ത് സ്റ്റാർഡം ആവുക, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകളിൽ കൊടുക്കുക, സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചത് എന്ന ആരോപണം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ പണം സമാഹരണം, ഈ വിവിധ ഇടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ കുടുംബത്തെ പോലും അറിയിക്കാതെ പണം സമാഹരിക്കുന്നു. ഒപ്പം ചില ആളുകളെ വീട്ടിലേക്ക് എത്തിച്ച ശേഷം വളരെ ചെറിയ തുകകൾ നൽകി അത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഒരു പിച്ച കാശ് വാങ്ങുന്ന ആളുകളായി കുടുംബത്തെ ചിത്രീകരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം അർജുൻ്റെ ഒരു ബൈക്ക് അറ്റകുറ്റപ്പണിക്കായി നൽകിയ ബൈക്ക് മനാഫിൻ്റെ വീട്ടിലിരിക്കുന്നു. ആ ബൈക്ക് വീട്ടിൽ വെച്ച് അതും താനാണ് ആ ബൈക്ക്, അല്ലെങ്കിൽ തൻ്റെ പക്കലാണ് ഇരിക്കുന്നത് എന്നടക്കം പറഞ്ഞ് അതും വിറ്റ് കാശാക്കാൻ, അതായത് അതും യൂട്യൂബിലൂടെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു പിടി ആരോപണങ്ങളാണ് ഈ കുടുംബം മനാഫിനെതിരെ പറയുന്നത്. ഒപ്പം ഈ ഒരു ആക്ഷൻ കമ്മിറ്റി, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആ ആക്ഷൻ കമ്മിറ്റിയും ആവശ്യമില്ലാത്തതാണ്. കുടുംബം ആ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോയി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ കണ്ട് അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും കുടുംബം പറയുന്നു. കാരണം കുടുംബം ഏത് സമയം വിളിച്ചാലും മുഖ്യമന്ത്രി ഫോൺ എടുക്കുകയും നേരിട്ട് മുഖ്യമന്ത്രിയോട് ആശയവിനിമയം നടത്താൻ കഴിവുള്ള ഒരു രീതിയിലേക്ക് ആ ബന്ധം വളരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ആക്ഷൻ കമ്മിറ്റിയും മറ്റുമൊക്കെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നും ആ കുടുംബം പറയുന്നു. ഒപ്പം ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഈ ആഘാതത്തിൽ നിന്നും മെല്ലെ മറികടന്ന് സാധാരണ ജീവിതത്തിലേക്ക് പതിയെങ്കിലും നടന്നു നീങ്ങാനാണ് കുടുംബം ശ്രമിക്കുന്നത്. പക്ഷേ യൂട്യൂബ് ചാനലുകളിലൂടെ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ വീഡിയോകളുമായി വീണ്ടും മനാഫ് സജീവമാവുന്നു. അത് ഒരു താരപദവി ലക്ഷ്യം വെച്ചുള്ള ഒരു പോക്കാണ് എന്നടക്കമുള്ള ചില ആരോപണങ്ങളും മുന്നോട്ട് വെക്കുന്നു. അതായത് കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ ഇനി ഈ മനാഫിനെയും ഒപ്പമുള്ള സംഘത്തെയും അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ കുടുംബം പറയുന്നു. ഈ കാര്യം പറഞ്ഞ് മനാഫുമായി ബന്ധപ്പെടാൻ പലവട്ടം ഫോണിൽ വിളിച്ചെങ്കിലും മെസ്സേജ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ല. മറ്റ് ഇടനിലക്കാർ വഴിയുമൊക്കെ ഇക്കാര്യം പറഞ്ഞിട്ടും കേൾക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇനിയും അത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ മനാഫ് ഇക്കാര്യങ്ങൾ പാടെ തള്ളുകയാണ്. കാരണം താൻ ₹1 ഒരു നേട്ടം പോലും ഇത്തരത്തിൽ ഈ അർജുന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല. തനിക്ക് കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് താൻ കർണാടകത്തിൽ തങ്ങി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ താൻ ഒരുക്കിയാണ്. തൻ്റെ ജോലി പോലും വേണ്ട എന്ന് വെച്ചാണ്, അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിലെ തളർച്ച ആണ് താൻ ഈ സ്ഥലത്തു നിന്ന് മാറി നിന്ന സമയത്തുണ്ടായത്. എന്നാൽ ഇതൊക്കെ താൻ മാറ്റിവെച്ചത് അർജുനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് പറയുന്നു. ₹1 താൻ വാങ്ങിയെന്ന് തെളിഞ്ഞാൽ താൻ മാനാഞ്ചിറയിൽ പോയി നിൽക്കാം, ആളുകൾ തന്നെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നും പറയുന്നുണ്ട്. ഒപ്പം അർജുനോടുള്ള സ്നേഹം മൂലമാണ് തന്റെ വണ്ടിക്ക് അർജുന്റെ പേരിടാൻ പോകുന്നത്. നേരത്തെ രണ്ട് ഭാഗങ്ങളുണ്ട്. പക്ഷേ അനീഷ്, ഇതിൽ ലോറിയും തടിയും മുബീന്റേതാണ് എന്ന കാര്യം കൂടി ഇന്ന് കുടുംബം പറയുകയാണ്. എപ്പോഴും ലോറി ഉടമ എന്നാണ് മനാഫ് സ്വയം വിശേഷിപ്പിക്കുന്നതും. ആ വാഹനത്തിന് അർജുന്റെ പേരിടുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുമ്പോഴും യഥാർത്ഥ ലോറി ഉടമ എന്ന് പറയുന്നത് മുബീനാണ് എന്ന കാര്യം ഇന്ന് കുടുംബം പറയുകയാണ്. മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ പോലും ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൊക്കെ കുറച്ച് വ്യക്തത കുറവുകൾ മനാഫ് വരുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പോട്ടെ, എന്തൊക്കെയായാലും കുടുംബത്തിന് പരസ്യമായി തന്നെ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയേണ്ടി വന്നു.
നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ കുടുംബം, അവരുടെ തീരുമാനം, അവരുടെ താല്പര്യം, അതിനാണല്ലോ പ്രാധാന്യം നൽകേണ്ടത്. ആ കുടുംബം പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് പറഞ്ഞുള്ള ഇത്തരം വൈകാരികത ചൂഷണം ചെയ്യുന്ന സമീപനങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഇതൊരു അഭ്യർത്ഥനയായി കണ്ട് മനാഫ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഒരു തീരുമാനം എടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അതോ ഇത് ഇനി നിർത്തിയില്ലെങ്കിൽ നിയമ നടപടിക്ക് എന്ന കുടുംബം പറയുന്നു, ഇനി അവരെ അതിലേക്കൊക്കെ വലിച്ചിഴക്കാത്ത ഒരു സമീപനം സ്വീകരിക്കുക എന്നത് മനാഫ് സ്വീകരിക്കുമോ? അക്കാര്യം അനീഷ് സംസാരിച്ചിരുന്നോ? എന്താണ് മനാഫിന്റെ മറുപടി? നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ തന്നെ മനാഫ് അക്കാര്യം പറയുന്നുണ്ട്. കാരണം താൻ അവസാനിപ്പിക്കുന്നു. കാരണം ഈ അർജുൻ്റെ ഒരു ദൗത്യമായിരുന്നു, അതിൽ അർജുനെ ലഭിച്ചിരിക്കുന്നു, സംസ്കാരവും കഴിഞ്ഞിരിക്കുന്നു. ഇനി താൻ തൻ്റെ ബിസിനസ്സും തൻ്റെ ജീവിതവും നോക്കി മുന്നോട്ട് പോവുകയാണ്. അർജുൻ്റെ ജീവിതവുമായി ഇനി മുന്നോട്ട് പോകാൻ താനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അതൊന്നും നിർത്താൻ പോകുന്നില്ല. ലോറിയുടെ കാര്യം ഇപ്പോൾ അർജുൻ എന്ന പേര് തന്നെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ പിന്നീടുള്ള ആലോചനകളെ ഉള്ളൂ എന്നും പറയുന്നു. എന്തായാലും ഈ അർജുനെ പിടിച്ച് മുന്നോട്ട് പോകാൻ താൻ തീരുമാനിച്ചിട്ടില്ല. അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ മുബീൽ എന്നയാൾ ഈ മനാഫിന്റെ സഹോദരനാണ്. ഇവർ കുടുംബപരമായ ഒരു ബിസിനസ് സംരംഭങ്ങൾ നടത്തി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് RC ഓണറായി മുബീലിന്റെ പേരാണ് വെച്ചതെങ്കിലും ആ കുടുംബത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ മനാഫ് തന്നെയാണ്. അതുകൊണ്ട് മനാഫ് പറയുന്നത് എൻ്റെ ആണ് ലോറി, അല്ലെങ്കിൽ ഞാനാണ് പണം മുടക്കുന്നത്, കുടുംബപരമായുള്ള ഒരു ബിസിനസ്സാണ്. മുബീൽ എന്നത് ഒരു സാങ്കേതികമായ ഉടമ മാത്രമാണ്. താനുമായാണ് ഈ അർജുന് ഇടപാടുകൾ മുഴുവൻ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. അതൊക്കെ തികച്ചും കുടുംബപരമായ ഒരു കാര്യമായി നമുക്ക് ആ രീതിയിൽ കരുതാൻ കഴിയും. എന്തായാലും രണ്ടു കൂട്ടരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിനായി. മനാഫും ഈ പ്രശസ്തി ആഗ്രഹിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അപ്പുറം അദ്ദേഹവും വലിയ തോതിൽ ആ മഞ്ഞിലും മഴയിലും കാറ്റിലും ഒക്കെ കൊണ്ട് ഈ കുടുംബത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നതാണ്. 2 ഘട്ടം വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കുടുംബവും പറയുന്നു. ഈ കുടുംബവും വലിയ ഒരു പരിഗണന ആവശ്യപ്പെടുന്ന കുടുംബമാണ്. കാരണം അസാധാരണമായ രീതിയിൽ ആഴ്ചകളോളം വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന ഒരാൾ കേരളം മൊത്തം സ്വന്തം മകനെന്നോ സഹോദരനെന്നോ ഒക്കെ കരുതി രക്ഷാപ്രവർത്തനം നടത്തി 2 സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഭാഗം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭിന്നതകൾ മറന്ന് ഒന്നായ കാലം. 2 വ്യത്യസ്ത മതവിഭാഗങ്ങൾ പോലും ഒറ്റക്കെട്ടായി തങ്ങളുടെ പുത്രനെന്ന് കരുതിയ ഒരാളുടെ വിയോഗം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉടൻ തന്നെ ഇരുവരും തമ്മിൽ പറഞ്ഞു തീർക്കുകയും എല്ലാവരും അവരവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകേണ്ടതുമാണ്. ഈ ഇപ്പോൾ ഉള്ളത് പരസ്പരമുള്ള ചില ആശയവിനിമയ തകരാറുകളാവാം എന്നും നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം വൈകാതെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുടുംബം ചില കാര്യങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതനുസരിച്ചുള്ള സമീപനം മനാഫിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് മനാഫും വ്യക്തമാക്കിയത് എന്നതാണ് അനീഷ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു ഇടവേള കൂടിയുണ്ട്, ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം ഇന്നലെ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചിട്ട് ഏതാണ്ട് 24 മണിക്കൂർ ആകാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാം. ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും. മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അർജുന്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു, അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ ഒരു തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് ആ മറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല, അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരുമായിട്ടും. പക്ഷേ അതിനുശേഷം 3ാം ഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ച് നിന്നു, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു. ഈ കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി. പക്ഷെ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പൊ പറയരുത്.
ആ ഒരു കഴിഞ്ഞ പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് എസ്പിക്ക് കൊടുക്കാൻ ലെറ്റർ, ഈ ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്ത് നമ്മളെ അടുത്ത് ഇന്റർഫിയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്രത്തോളം പിന്നെ കാത്തിരുന്നിട്ടാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തി. കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ആ ഡ്രഡ്ജർ അവിടെ എത്തിയത്. ആ ഡ്രഡ്ജർ എത്തുന്നതിലെ രാഘവേട്ടനാണെങ്കിലും AK ഇവർക്കെല്ലാം അറിയാം അതിന്റെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളത്. അപ്പൊ ഇങ്ങനൊരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഡ്രഡ്ജർ വാർത്തകൾ തുടരുന്നു. മലപ്പുറം പരാമർശ വിവാദം പത്രത്തിന്റെ തിരുത്തോടെ അവസാനിച്ചു എന്ന് കരുതിയ മുഖ്യമന്ത്രിക്ക് മറ്റൊരു തരത്തിൽ ഈ വിവാദം തിരിഞ്ഞുകുത്തുകയാണ്. PR ഏജൻസിയുടെ സാന്നിധ്യത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് കടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനത്തിലാണെങ്കിലും പ്രതിരോധമുയർത്തി നേതാക്കൾ രംഗത്തു വന്നു. മലപ്പുറം പരാമർശത്തിൽ പത്രത്തിന് തിരുത്തു വന്നതോടെ വിവാദം അവസാനിച്ചു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ഇടനില എന്തിനെന്നതിൽ സർക്കാരിന് വിശദീകരണമില്ല. ഇന്നലെ പൊതുയോഗത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഉയരുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരു മാധ്യമ സ്ഥാപനത്തിന് അഭിമുഖം നൽകാൻ PR ഏജൻസി എന്തിനാണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം വേണമെന്ന് PR ഏജൻസി നിർദ്ദേശിച്ചത് എങ്ങനെയാണ്? അഭിമുഖ സമയത്തുണ്ടായിരുന്ന PR ഏജൻസി പ്രതിനിധികൾ ആരൊക്കെയാണ്? PR ഏജൻസിക്ക് പണം നൽകുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണോ? ഏജൻസിക്ക് തെറ്റുപറ്റിയെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുമോ? ഫലത്തിൽ മലപ്പുറം പരാമർശ വിവാദം മറ്റൊരു തരത്തിൽ സർക്കാരിനെ തിരിഞ്ഞുകുത്തുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്, അവർക്കെതിരെ കേസെടുക്ക്. അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. വാർത്ത പ്രസിദ്ധീകരിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ നീക്കം ബോധപൂർവമെന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം. ആരാണ് ഇതിന്റെ പിന്നിൽ? അതായത് ഒരു PR ഏജൻസി അഭിമുഖത്തിന്റെ കൂടെ ഇതും കൂടി കൂട്ടിച്ചേർത്തു, ഇതും കൂടി തിരികെ കയറ്റി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് അബദ്ധമല്ലല്ലോ, അത് സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അബദ്ധമല്ല, ഒന്നുമല്ല. ചെയ്തത് എന്താണ്? ഒരു ചെറിയ കാര്യമല്ല. ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട്, വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട്. അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കാം. മുഖ്യമന്ത്രിക്ക് പ്രതിരോധമുയർത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ ആവശ്യമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല. നമുക്കൊക്കെ എങ്ങൾക്കും അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ജോൺ ബ്രിട്ടാസും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല നന്നായിട്ട് PR ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നില്ല, അതൊന്നും ഉണ്ടാവില്ല. വിവാദം ഈ തരത്തിലേക്ക് എത്തിയതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. പല മാധ്യമങ്ങളും അഭിമുഖത്തിന് സമീപിച്ചിട്ടും അനുവദിക്കാത്ത മുഖ്യമന്ത്രി PR ഏജൻസി വഴി എന്തിന് ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകി എന്നതാണ് ചോദ്യം. വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. PR ഏജൻസി വിവാദത്തിൽ CPM-ന് അതൃപ്തി. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന്റെ ഉള്ളടക്കമുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടിയാണ് CPM-നെ ആശങ്കയിലാക്കുന്ന പ്രധാന ഘടകം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിമുഖം നൽകാൻ PR ഏജൻസിയുടെ സഹായം തേടിയത് നാണക്കേടായി എന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ CPM-ലുണ്ട്. പല കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കാതെയും പാർട്ടി സംവിധാനങ്ങളെ അകറ്റിയും മുന്നോട്ടു പോകുന്നു എന്നാണ് വിമർശനം. സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന് മുഖ്യമന്ത്രി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ PR ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന വിവരങ്ങളാണ് ദ ഹിന്ദുവിലെ അഭിമുഖ വിവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തെറ്റീർത്ത് നടപടികളിലേക്ക് കടന്ന CPM സർക്കാരിനും തിരുത്തൽ നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രധാനം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തലായിരുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ നാണക്കേടായ PR ഏജൻസി വിവാദം മാറിക്കഴിഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിനും അതൃപ്തിയുള്ളതായാണ് വിവരം.
മുഖ്യമന്ത്രിയുടെ അഭിമുഖം രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടാക്കിയത്. വാർത്ത തള്ളിയെങ്കിലും PR ഏജൻസിയുമായുള്ള ബന്ധം മുഖ്യമന്ത്രിയോ ഓഫീസോ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിവാദം ചർച്ച ചെയ്യും. ഒരിടവേള കൂടി. ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും. മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അർജുന്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു, അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് ആ മറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല, അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരുമായിട്ടും. പക്ഷേ അതിനുശേഷം 3ാം ഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ചു നിന്നു, ഞങ്ങൾ കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു. ഈ കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി, പക്ഷെ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പൊ പറയരുത്. ആ ഒരു പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് FPക്ക് കൊടുക്കാൻ ലെറ്റർ, ഈ റബ്ദർ കൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്ത് നമ്മളെ അടുത്ത് ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. വാർത്തകൾ തുടരുന്നു. ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ വർഷത്തിന് പിന്നാലെ ചെങ്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഹൂതി ആക്രമണം. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇന്നലെ രാത്രി ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയത്. 181 ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രയേലിന് മേൽ ഇറാൻ വർഷിച്ചത്. എന്നാൽ ആക്രമണത്തെ ചെറുത്തതായും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇസ്രയേലിന്റെ പ്രതികരണം. ഇസ്രയേൽ നഗരമായ ടെൽ അവീവിൽ നടന്ന വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആയുധധാരികളായ 2 അക്രമകാരികളും കൊല്ലപ്പെട്ടു. 90% മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുമ്പോൾ ഇറാൻ ചെയ്ത വലിയ തെറ്റിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. വലിയ തിരിച്ചടിക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നു എന്ന സൂചനകൾ തന്നെ വരുന്നുണ്ട്. അവിടെ നിന്നും അത് അധികം വൈകില്ല എന്ന സൂചനകളുമുണ്ട്. എന്നാൽ ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം ഇതിലും രൂക്ഷമായിരിക്കും എന്ന് ഇറാനും വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഇസ്രയേലിൽ നിന്നും ഒരു മലയാളി നമുക്കൊപ്പം ചേരുകയാണ്, ക്ലിൻഡ്. നമ്മൾ ഇതിനു മുൻപ് ഏതാണ്ട് 1 വർഷം മുൻപ് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ മലയാളികളുടെ സാഹചര്യങ്ങൾ എന്തെന്നൊക്കെ അറിയാൻ. വീണ്ടും നിർഭാഗ്യകരമെന്ന് തന്നെ പറയട്ടെ, 1 വർഷം കഴിയുമ്പോൾ അവിടെ വീണ്ടും അശാന്തമാകുന്ന ഒരു സാഹചര്യം. ഇന്നലത്തെ ആ രാത്രി ഭയാനകമായിരുന്നു. ഏതാണ്ട് 24 മണിക്കൂർ ആകാൻ പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പം നിലവിലെ ഇസ്രായേലിലെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ജനജീവിതം എന്നുള്ളത് ഒരു സാധാരണ ഗതിയിലേക്ക് തന്നെ ആയിട്ടുണ്ട്. അതായത് ഇന്നലെ ഏറെക്കുറെ ഒരു 5 മണിയായപ്പോൾ, ഇസ്രായേൽ ടൈം ഒരു 5 മണിയായപ്പോഴാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് IDF ലഭിക്കുന്നത്. ആ പ്രകാരം IDF കിട്ടിയ റിപ്പോർട്ട് പ്രകാരം
ഇവിടെയുള്ള ഇസ്രായേൽ പൗരന്മാർക്കോ അതേപോലെ ഫോറിനേഴ്സ് ആരായാലും അവർക്ക് ഇസ്രായേലിലുള്ള ഏതൊരു പൗരനായാലും ആരായാലും ഒരു വ്യക്തിയായാലും അവർക്ക് കറക്റ്റ് നിർദ്ദേശം കൈമാറി, അതായത് സുരക്ഷാ മാർഗങ്ങൾ, സുരക്ഷാ നിർദ്ദേശങ്ങള്, കറക്റ്റ് വിവരങ്ങൾ കൈമാറിയതനുസരിച്ച് ജനങ്ങള് ബങ്കറിൽ കയറുവും അങ്ങനെ ഒത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലെല്ലാം ഒരു ഏകോപനം ഉണ്ടാക്കാൻ പറ്റി. അതിനാൽ നമുക്ക് ആളപായം ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിസൈലിന്റെ ഒരു ആക്രമണം കാരണം ഇസ്രായേലില് യാതൊരുവിധ ആളപായവും റിപ്പോർട്ട് ചെയ്തതായിട്ട് വരുന്നില്ല. പക്ഷെ ടെലവിയിൽ ഒരു റെസ്റ്റോറന്റില് മിസൈൽ ഹിറ്റ് ആയിട്ടുണ്ട്, ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പീസുകള് നേരെ പോയി പതിച്ച് ഒരു സ്കൂളിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വേറെ യാതൊരു പ്രശ്നം ഇപ്പൊ നിലവില് ഇവിടെ ഇല്ല. സാധാരണ ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നു, ബങ്കറുകളിലേക്ക് നിങ്ങൾ മാറുന്നു, അത് സാധാരണമാണ്, നിങ്ങൾക്ക് അത് പരിചിതവുമാണ്. അതിനപ്പുറം ഒരു സാഹചര്യം ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എല്ലായ്പ്പോഴും നിലവിൽ ഈ ഒരു കൊല്ലമായിട്ട് ഇവിടെ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണല്ലോ. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ മാർഗനിർദ്ദേശം തന്നെയാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ പോലുള്ളവർക്ക്, പ്രത്യേകിച്ച് മലയാളീസിന്, അതേപോലെ എല്ലാവരും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്, ഇവരുള്ള ഒരു വിശ്വാസമാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. IDF-ഉം ഇസ്രായേൽ ഗവൺമെന്റിലുള്ള ഒരൊറ്റ വിശ്വാസമാണ് നമ്മളിവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേറെ യാതൊരു കുഴപ്പം ഇതുവരെ നിലവിലില്ല. തീർച്ചയായും സാധാരണ നിലയിലേക്ക് ജീവിതം മാറിയിട്ടുണ്ട് എന്നത് സൂചിപ്പിച്ചു നേരത്തെ ക്ലിന്റ്. ഇപ്പോൾ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ ഒക്കെ നടക്കുന്നു, നിയന്ത്രണങ്ങളൊക്കെ പാടെ നീക്കിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? നിലവില് ഇസ്രായേലിലെ പുതുവത്സരത്തിന്റെ ആഘോഷങ്ങൾ കാര്യമായിട്ട് നടക്കുന്നതാണ്. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം നിയന്ത്രണാതീതമായിട്ടാണ് കാര്യങ്ങൾ മുന്നേറുന്നത്. അതായത് ഹോം കമാൻഡിന്റെ നിർദ്ദേശങ്ങളുണ്ട്, ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ കറക്റ്റ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആൾക്കൂട്ടം അധികം പാടില്ല, ചില സ്ഥലങ്ങളിൽ കർഫ്യൂ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് എല്ലാ മേഖലയിലും ഇല്ല. ഇപ്പൊ ഇന്നലെ ടെററിസ്റ്റ് അറ്റാക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ ഇറാനിൽ നിന്നുള്ള മിസൈൽ അറ്റാക്കിന് മുന്നോടിയായിട്ടൊരു 10 മിനിറ്റ് മുന്നോടിയെങ്കിലും ആയിട്ടാണ് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ടെലവിൽ നടന്നാക്കുന്നത്. ഏകദേശം 7 പേര് ഇഞ്ചുറി. അതിനുശേഷം ഒരു കർഫ്യൂ ആയിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് ജനജീവിതം എല്ലാം സാധാരണ രീതിയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ആയി. അത് ഇസ്രായേലികളെ സംബന്ധിച്ചും ഇസ്രായേലിന്റെ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി പെട്ടെന്ന് തന്നെ ഇവര് തിരിച്ച് വരിക, സാധാരണ രീതിയിലേക്ക് ഇവരുടെ ജീവിതം തിരിച്ചെത്തിക്കുക. അത് നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രായേൽ ജനതയിൽ നിന്നും. തീർച്ചയായും ഇത്രയധികം മിസൈലുകൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുന്നു, ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ പരീക്ഷിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പോലും അയൺ ഡോം ആണ് പ്രധാന സംരക്ഷിത കവചമായി അവിടെ മാറിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ നിരവധി പ്രതിരോധ കവചങ്ങളുണ്ട് എങ്കിൽ പോലും യഥാർത്ഥ സംരക്ഷണം, അല്ലെങ്കിൽ എല്ലാവർക്കും ആത്മവിശ്വാസം നൽകുന്നത്, സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം നൽകുന്നത് അയൺ ഡോം തന്നെയാണോ? അതാണോ നിങ്ങൾക്കും പ്രതീക്ഷ അതിൽ തന്നെയാണോ? അയൺ ഡോം എന്നുള്ളത് ഉണ്ട്, അതിലുള്ള ഒരു വിശ്വാസമുണ്ട്. അതിലുപരി നമുക്ക് ഈ ഒരു ജനത നൽകുന്ന ഒരു കരുതലുണ്ടല്ലോ, ഇസ്രായേൽ ജനത നമുക്ക് തരുന്ന ഒരു കരുതൽ അയൺ ഡോമിനെക്കാളും വലുതാണ് ഞാൻ നോക്കിയിട്ട്. അത്രയ്ക്ക് നമുക്കൊരു കോൺഫിഡൻസ് ലെവലാണ് ഇവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതും. അത് കാരണമാണ് ഇപ്പം ഇന്നലെ 181 ബാലിസ്റ്റിക് മിസൈൽ വന്നു. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് നിലവിൽ മലയാളികൾക്ക് ഒരു സുപരിചിതമായ ഒരു കാര്യമല്ല. വർഷങ്ങളായി ഇവിടെ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ്. എന്നിരുന്നാലും ഗാസ ഹമാസിന്റെ ഭാഗത്തുനിന്നും അതേപോലെ ഹിസ്ബുള്ളന്റെ ഭാഗത്തുനിന്നും മിസൈലുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും അതിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ അല്ല എന്നാണ് വിടുന്നത്. പക്ഷെ ഇത് ഇന്നലെ വന്നത് ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് ചെറിയൊരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാം സേഫ്റ്റി ആയിട്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ മൊബൈൽ അലേർട്ട് വന്നു. മിസൈല് എപ്പോ എവിടെ എത്തുന്ന ആ ടൈമിൽ തന്നെ കറക്റ്റ് നമുക്ക് അലേർട്ട് വന്നു. അത് പ്രകാരം നമ്മൾ സേഫ്റ്റി റൂമിൽ കയറി. അങ്ങനെ സുരക്ഷിതമായി തന്നെ ഞങ്ങൾ മലയാളീസ് എല്ലാവരുടെ യാതൊരു കുഴപ്പങ്ങളുണ്ട്. ഇന്നലത്തെ ദിവസം കഴിഞ്ഞ തവണ ഈ സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുമ്പോഴും സാധാരണ മലയാളികൾ, അവിടെ ഒരുപാട് മലയാളികളുണ്ട്, നമ്മൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ അവരിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരാളാണ് ക്ലിന്റൺ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആ ഏറ്റുമുട്ടലിന്റെ സമയത്തൊക്കെ പുറത്തിറങ്ങി നടന്ന് പോലും വീഡിയോ ഒക്കെ എടുക്കുകയും ഞങ്ങളോടൊക്കെ സംസാരിക്കുകയും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു.
എല്ലാവരും ഇതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? ഇപ്പോൾ ഒരു കരയുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നടന്നാൽ വടക്കൻ പ്രദേശങ്ങളിൽ, വടക്കൻ ഭാഗങ്ങളിൽ, അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഇടങ്ങളിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവിടെ അങ്ങനെ ആ പ്രദേശങ്ങളിൽ മലയാളികൾ കൂടുതൽ അധിവസിക്കുന്ന ഇടമാണോ? അങ്ങനെയുള്ളവർക്ക് എന്താണ് സാഹചര്യം? ക്ലിന്റനെ പോലെ തന്നെ എല്ലാ മലയാളികളും വളരെ കോൺഫിഡന്റ് ആയി തന്നെ അവിടെ തന്നെ തുടരാം എന്ന തീരുമാനത്തിൽ തന്നെയാണോ? തീർച്ചയായും ഇതുവരെ ഇസ്രയേൽ ഞങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു പിൻബലത്താൽ ഞങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് മലയാളീസിന്റെ അടുത്ത് നിന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നിലവിലെ ലെബനോണിലേക്കുള്ള ഒരു കരയുദ്ധത്തിന്റെ ഭാഗമായി ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ഒരു ഫോഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്, പ്രത്യേക ഒരു സ്പെഷ്യൽ ഫോഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് ഈ IDF ഭാഗത്ത് കിട്ടുന്ന റിപ്പോർട്ട്. അത് പ്രകാരം ഇത്ര നിശ്ചിത കിലോമീറ്റർ ഉള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക്, അത് മലയാളികളായാലും ഇസ്രായേൽ പൗരന്മാരായാലും അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗവൺമെന്റ് ചെലവിൽ മാറ്റി പാർപ്പിച്ചാക്കുവാണ്. ഗവൺമെന്റ് ചെലവിൽ. തീർച്ചയായും. ഓക്കെ, ക്ലിന്റ്, നമ്മളുടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? അവർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? ഇപ്പോൾ മുൻകരുതൽ ഒക്കെയും ഇസ്രായേലി അധികൃതരിൽ നിന്നാണ് ലഭിക്കുന്നത്. അവർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലുപരിയാണ്. കാരണം കറക്റ്റ് തക്കതായ സമയത്ത് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ അവര് പുറപ്പെടുവിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ നമ്പേഴ്സ് എല്ലാം അവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എംബസിയുടെ സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അടിയന്തരമായി ഇടപെടാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. മുന്നോട്ട് ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പലസ്തീനുമായിട്ടുള്ള, ഹമാസുമായിട്ടുള്ള വിഷയം മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഏറ്റുമുട്ടലിനുള്ള ഊർജം ബാക്കിയാണ്, അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്ന് തന്നെ കരുതുന്നുണ്ടോ? അത് ഒരു തരത്തിലും നിങ്ങളുടെ ജീവിതത്തെ അവിടെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങൾ? തീർച്ചയായും നമ്മള് നാളെ പറ്റി നമുക്ക് എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ഞങ്ങൾ ആ ഒരു നല്ലത് തന്നെ ഭവിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം അടിക്ക് തിരിച്ചടി എന്നുള്ളത് ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് പോസിറ്റീവായിട്ട് തന്നെ പ്രതീക്ഷിച്ച് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി, എന്തായാലും വളരെ നന്ദി ക്ലിന്റ്, അവിടെ നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിനും അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിച്ചതിനും. എന്തായാലും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക. മറ്റ് കാര്യങ്ങൾ അറിയാൻ വീണ്ടും ബന്ധപ്പെടാം. താങ്ക് യു സോ മച്ച്. ശരി, മറ്റ് വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. CPIയെ പരിഹസിക്കാൻ കേരള കോൺഗ്രസ് വളർന്നിട്ടില്ല എന്ന് CPI നേതാവ് K പ്രകാശ് ബാബു. അതിന് പ്രായമായിട്ട് പറഞ്ഞാൽ മതിയെന്ന് പ്രകാശ് ബാബു പരിഹസിച്ചു. ഏതാനും ജില്ലകളിൽ മാത്രമുള്ള ഭരണമുള്ളിടത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. CPI എതിർത്തിരുന്നെങ്കിൽ കേരള കോൺഗ്രസിന് ഇടതുമുന്നണിയിൽ കാൽ ചവിട്ടാൻ പറ്റുമായിരുന്നില്ല. അത് കേരള കോൺഗ്രസിന്റെ തലപ്പത്തുള്ളവർ മറക്കില്ലെന്നാണ് CPI കരുതുന്നതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. News 18 Q18 പ്രതികരണം. കേരള കോൺഗ്രസിൻ്റെ യുവജന സംഘടന പറയുന്നത് പ്രസ്താവനകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ യുവജന സംഘടന പ്രതികരിച്ചിട്ട് മണിക്കൂറുകളാണ്. എന്തോ കോട്ടയത്തെ കണ്ടൊരു ചർച്ച നടന്നതില്ല, അതിനൊന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ കഴിയത്തക്ക നിലയിൽ കേരളത്തിൽ കേരള കോൺഗ്രസ് വളർന്നിട്ടില്ല. അതിനുള്ള പ്രായം കേരള കോൺഗ്രസ്സിനില്ല, ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 ഇന്ത്യയിൽ രൂപം കൊണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പാരമ്പര്യവും പൈതൃകവും ഉള്ളൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കോൺഗ്രസ്സിൽ നിന്ന് ഭിന്നിച്ച് 64 കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി. അത് ഏതാനും ചില ജില്ലകളിലുള്ള ഒരു സംവിധാനമാണ്. ഭരണമുള്ളപ്പോൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംവിധാനത്തിനപ്പുറമൊന്നുമില്ല. അതിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും ആർക്കും കഴിയില്ല.
അത് കേരള കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ അവർക്ക് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രതികരണം എന്നുള്ളത് കവിഞ്ഞ് അത് അതിൻ്റെ മുഖവിലേക്ക് തന്നെ തള്ളിക്കളയല്ലാതെ ഞാനതിൽ ഒരു പ്രതികരണത്തിൽ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മും CPIയും തമ്മിലുള്ള ആ ഒരു പ്രകടമായിട്ടുള്ള ഒരു അഭിപ്രായ ഭിന്നത അത് ഇതാദ്യമായിട്ടല്ല പുറത്തു വരുന്നത്. അത് കാണുമായിരിക്കും. അതൊക്കെ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു നിലപാട് ശക്തമായിട്ടെടുത്താൽ കേരള കോൺഗ്രസ് മുന്നണി വരുമോ? ഒരിക്കലും വരത്തില്ല. CPI എടുക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടെടുത്ത് CPMനെ കേരള കോൺഗ്രസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ പോകാനൊന്നും അവരൊരിക്കലും ചിന്തിക്കത്തു പോലുമില്ല. CPIയുടെ ആ നിലപാട് കേരള കോൺഗ്രസ് മറന്നുപോയോ? ഈ പാളയത്തിൽ പട പോലെ പുറത്ത് തോന്നുന്നത് അത് അവരോടല്ലേ ചോദിക്കേണ്ടത്, അത് അവരല്ലേ പറയേണ്ടുന്നത്. കേരള കോൺഗ്രസ് അത് മറക്കുകയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ലീഡർഷിപ്പിന് നന്നായിട്ട് അറിയാമല്ലോ. ആരെങ്കിലും താഴെ ജില്ലാതലത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന യുവജന രംഗത്തെ ആരെങ്കിലും ഒറ്റ പറഞ്ഞു എന്നുള്ളത് കവിഞ്ഞ് അതിന് മറ്റൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി PV അൻവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ടിലില്ലാത്ത നേതാക്കളെ കൂട്ടി ഇതിൽ ഉൾപ്പെടുത്തുമെന്നും ഏറെ വൈകാതെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും PV അൻവർ പറഞ്ഞു. പുതിയ പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധനം നിയമപ്രകാരം അൻവർ അയോഗ്യനാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ഇടതുപക്ഷവുമായി സഹകരണം അവസാനിപ്പിച്ച് ഒരാഴ്ച കഴിയും മുൻപാണ് PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലർ പാർട്ടിയാകും അത്. ന്യൂനപക്ഷങ്ങൾ, മലയോര കർഷകർ, പോലീസിന്റെ പീഡനങ്ങൾക്കിരയായിട്ടുള്ളവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തന്നോടൊപ്പം സഹകരിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എന്താ പറയുക, നേതാവായി നെറ്റിയിൽ ചാപ്പടിച്ചവരൊന്നും ഈ സംവിധാനത്തിന് വേണമെന്നില്ല. ഈ നെക്സസിന്റെ ഭാഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിക്കും. അല്ലെങ്കിൽ പുതിയൊരു ടീം വരും, യുവാക്കള്. 21 വയസ്സായ ആർക്കും കൂടെ മത്സരിക്കാമല്ലോ. ആ വ്യക്തിയല്ലല്ലോ. നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളും നമ്മൾ ഉയർത്തുന്ന നയപരിപാടികളും നമ്മൾ പറയുന്ന ആദർശവും ആ ആദർശത്തെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതിൻ്റെ ലീഡർ. അത് ചെറുതാകാം വലുതാകാം. അതാണ് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇടുന്നത്. ആളെ വലിപ്പം കാണിച്ചു കൊടുത്ത് അതിന് വോട്ട് വാങ്ങില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും PV അൻവർ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തുകളിലും നമ്മളുണ്ടാക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അത് തർക്കമില്ല. അത് എന്തായാലും അധികം വൈകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും ഇതിലും നല്ലത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുകയാണെന്നും PV അൻവർ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മാന്യമായി സ്ഥാനമൊഴിയാൻ. മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ളവർ പാർട്ടിയിൽ വേറെയും ഉണ്ടല്ലോ എന്നും അൻവർ. അദ്ദേഹമാണത് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇനി 1.5 വർഷം 1.25 വർഷമുള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ. പാർട്ടി ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാർട്ടി ഇതൊന്നും ആലോചിക്കാത്തത്? എന്താ ഒരു ചർച്ചയ്ക്ക് എടുക്കാത്തത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ? 6-ാം തീയതി മഞ്ചേരിയിൽ ജില്ലാതല വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ടെന്നും 1 ലക്ഷത്തോളം ആളുകൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറനാട്, മഞ്ചേരി, വേങ്ങര മണ്ഡലങ്ങളിലെ വിശദീകരണ യോഗങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. PV അൻവറിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകുമെന്നും വിലയിരുത്തലുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾ പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത വരും. അൻവറിനൊപ്പമുള്ളവർക്ക് പാർട്ടി രൂപീകരിക്കാം. ഈ നിയമസഭയുടെ കാലാവധിക്ക് ശേഷമേ അൻവറിന് പുതിയ പാർട്ടിയിൽ അംഗമാകാൻ കഴിയൂവെന്നും നിയമജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. PV അൻവറിനെ തള്ളി KT ജലീൽ. അൻവറുമായുള്ള സൗഹൃദം നിലനിൽക്കും, പക്ഷേ രാഷ്ട്രീയ തീരുമാനങ്ങളോട് വിയോജിക്കും. CPMനെയും ഇടതുപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കി അൻവറിന്റെ ഒപ്പം ചേരാനില്ല എന്നും KT ജലീൽ പറഞ്ഞു. ഇടതുപക്ഷ സഹയാത്രികനായി തുടരും. ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല, മത്സരിക്കാനുമില്ല, രാജ്യസഭയിലേക്കുമില്ല. വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് KT ജലീൽ സസ്പെൻസുകൾക്കൊടുവിൽ നിലപാട് പ്രഖ്യാപിച്ചത്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിസ്ഥാനത്തുള്ള നടൻ സിദ്ദിഖ് സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിൽ പോലീസ്. സുപ്രീംകോടതിയുടെ അന്തിമ ഉത്തരവിന് ശേഷം മാത്രം മതി ചോദ്യം ചെയ്യലെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. നോട്ടീസ് ലഭിച്ചാൽ ഉടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.
ഈ പറഞ്ഞ ഇന്ദ്രപാലൻ സാർ